അപ്പൊ ഇന്നിതാ തിരക്ക് പിടിച്ച ഒരു രാവിലെയാണ്. അപ്പൊ മക്കൾക്ക് ഇന്ന് ലഞ്ച് ബോക്സിന് ഞാൻ കോവയ്ക്ക ഫ്രൈയും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും കൊടുത്തു വിടാന്ന് കരുതി കേട്ടാ. അങ്ങനെ ഇതാ കോവയ്ക്കെല്ലാം നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊന്ന് നീളത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. നീളത്ത് കനം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാനും എളുപ്പമാണ്, പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടാ. അങ്ങനെ മൊരിഞ്ഞ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതാ ഞാൻ കോവയ്ക്ക ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേ. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കേട്ടാ. മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം ഒന്ന് മാറ്റി വെച്ചു, അത് അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടാന്ന് കരുതി. അങ്ങനെ ഇതാ വെണ്ടയ്ക്കയെല്ലാം മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒന്ന് വാഷ് ചെയ്തെടുത്ത് കേട്ടാ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ, കൊമ്പൻ വെണ്ടയാണ് കേട്ടോ. അങ്ങനെ ഇതാ വെണ്ടയ്ക്കയെല്ലാം ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഞാൻ ഒരു സവോളയും പിന്നെ 1-2 പച്ചമുളകും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുത്ത് കേട്ടാ. അങ്ങനെ കടുകും പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തേ. എന്നിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്കയും കൂടെ എടുത്ത് തട്ടി കൊടുത്ത് കേട്ടാ. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തേ. അപ്പൊ ഈ വെണ്ടയ്ക്ക് നമ്മുടെ കൊഴുപ്പ് കുറവാണ്, അപ്പം പെട്ടെന്ന് കുക്കായി കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ വേറൊരു പാത്രത്ത് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് ഒരു സ്റ്റെപ്പ് കോവയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതാ കോവയ്ക്കൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് തവിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തേ. അതിനുശേഷം ഞാനിതാ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് കുക്കായി കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കോവയ്ക്ക നമ്മുടെ ഫ്രൈയും റെഡിയായി, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും റെഡിയായി കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു മുട്ടയും കൂടെ മക്കൾക്ക് പൊരിച്ചു കൊടുക്കാന്ന് കരുതി കേട്ടോ. അങ്ങനെ മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്തു. അങ്ങനെ ഇതാ ലഞ്ച് ബോക്സിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, കോവയ്ക്ക ഫ്രൈ, മുട്ട. പിന്നെ ഇതാ ലഞ്ച് ബോക്സിൽ ഇതെല്ലാം എടുത്തു വെച്ചു. ഞാൻ കോവയ്ക്ക ഫ്രൈ വേറൊരു സെപ്പറേറ്റ് പാത്രത്തിലോട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ ചോറിൻ്റെ കൂടെ വെച്ച് കൊടുത്താൽ കുതിർന്നിരിക്കും, അവർക്ക് കഴിക്കാൻ തോന്നില്ല, മറ്റത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.